പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും. ആമേൻ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടെ നടക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥാ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും
ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. ഗലാത്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മിശിഹാ മകളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്വന്തം കൈപ്പടിയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. എന്തെന്നാൽ പരിച്ഛേദന സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദരായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിനും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങളിൽ ധരിക്കുന്നു. സഹോദരേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10, 34 മുതലുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതിയും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന്
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷ. എത്ര അധ്യായ? 10-ാം അധ്യായം. എത്ര മുതലുള്ള വാക്യങ്ങളാ? 34 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിച്ച് കേട്ടുക. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഏലീശ സ്ലീവ മൂശക്കാലത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഈ വായനകളുടെയൊക്കെ അർത്ഥം ചെന്ന് അവസാനിക്കുന്നത് സ്വന്തം കുരിശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ നടക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ്. ഇന്നത്തെ സുവിശേഷവും നമുക്ക് തരുന്ന ആഹ്വാനവും അതുതന്നെയാണ്. സ്വന്തം കുരിശെടുത്ത് ദൈവത്തെ അല്ലെങ്കിൽ ഈശോയെ അനുഗമിക്കുക. സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ്. ഒന്നാമത്തെ സന്ദേശം അതുതന്നെയാണ്. പക്ഷേ ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് ആകെ ആകുലത തോന്നും. കാരണം തുടക്കത്തിൽ തന്നെ തമ്പുരാൻ പറയുക, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് പറഞ്ഞു വയ്ക്കുന്നത് മുഴുവൻ നമ്മൾക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, എന്തൊക്കെയോ കുറവുകളുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞു വെച്ചത് എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും സന്തോഷത്തിൻ്റെ പിന്നാലെയാണ്, ഹാപ്പിയുടെ പിന്നാലെയാണ്, സുഖങ്ങളുടെ പിന്നാലെയാണ്. ശരിയല്ലേ? നമ്മുടെ ആഗ്രഹം എന്താ? ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ ജീവിക്കണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം, ഒരു സുഖത്തിൻ്റെ പിന്നാലെ പോകണം. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. നമ്മൾ ജീവിതത്തിലെ കുരിശുകൾ എടുക്കാനോ വേദനകൾ എടുക്കാനോ സഹനങ്ങൾ എടുക്കാനോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക വാസനയത് സുഖങ്ങളോടും ഹാപ്പിനെസ്സിനോടൊക്കെ ഭയങ്കര ആഗ്രഹമാണ് നമുക്ക്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിൻ്റെ ജീവിതത്തിൻ്റെ കുരിശുകളെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലേഖനം വായിച്ച് കേട്ടപ്പോൾ നിങ്ങളതിലൊരു വാചകം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ കുരിശിനെ പ്രതി നിങ്ങൾ മേന്മ അനുഭവിക്കണമെന്ന്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ അത് മേന്മയായിട്ട് കാണണമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുക, ജീവിതത്തിൻ്റെ സ്വന്തം കുരിശുകൾ എടുത്ത് കർത്താവിൻ്റെ പിന്നാലെ നടക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുക, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അതോടൊപ്പം തന്നെ പറഞ്ഞു വയ്ക്കുക, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തുമെന്ന്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിലെ കുരിശുകൾ എടുക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് സന്നദ്ധരായിരിക്കുക. ഇന്നലെ എനിക്കൊരു കോള് വന്നു. എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമാണ്. ഞാൻ ഇരുന്ന ഒരു ഇടവകയിലൊരു കുടുംബമാണ്. ആ ഇടവകയിലെ ഒരു കുടുംബം പള്ളിയോട്ട് ഭയങ്കര ബന്ധമുള്ളൊരു കുടുംബമാണ്. എല്ലാ ദിവസവും പള്ളി വരികയും പ്രാർത്ഥിക്കുകയും, അവിടുത്തെ 2 മക്കളാണെങ്കിൽ മൂത്തത് ഒരു പെൺകുട്ടിയാണ്, രണ്ടാമത്തത് ഒരു ചെക്കനാണ്. അവർ 2 പേരും പള്ളിയിലെ CLCക്കാണെങ്കിലും KCYM-നാണെങ്കിലും പള്ളിയിലെ എല്ലാ കാര്യത്തിനും ആക്റ്റീവാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ നന്നായിട്ട് പഠിക്കും. 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+, എല്ലാത്തിനും A+ വാങ്ങിച്ച് ഇന്നിപ്പോൾ CA പാസ്സായിട്ട് നിൽക്കുക. എന്നെ ഇടയ്ക്ക് വിളിക്കുന്നൊരു കുടുംബമാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് വിളിക്കാറില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പോകാറില്ല. ആവശ്യമുണ്ടെങ്കിൽ വലിയ പ്രാർത്ഥന സഹായം, ഈ കുട്ടിയുടെ പരീക്ഷയ്ക്ക് വരുമ്പോൾ എപ്പോഴും വിളിച്ചിട്ട് പറയും, അച്ഛാ പ്രാർത്ഥിക്കണോട്ടാ അച്ഛാ എന്ന് പറഞ്ഞ് മിക്കവാറും വിളിക്കാറുള്ളൊരു കുടുംബമാണ്. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധം, 9 വർഷത്തിൽ പരം ബന്ധമുണ്ട് ആ കുടുംബമായിട്ട് ഇങ്ങനെ മിക്കവാറും പ്രാർത്ഥന ആവശ്യങ്ങൾ വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് വിളിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തേ വിളിക്കാത്തതെന്ന് ഞാൻ ചിന്തിക്കാനും പോയില്ല. ഇന്നലെ എനിക്കൊരു കോള് വന്നു അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇടയ്ക്ക് സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് ഈ ചേച്ചി വിളിക്കാറുണ്ട്. ഞാൻ എടുത്തിട്ട് എന്നോട് ആദ്യമേ ചോദിച്ചത് ഇങ്ങനെയാണ്: എന്തിനാ അച്ഛാ എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യണേ? ഞാൻ ചോദിച്ചു എന്തേ? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലച്ഛാ, എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, ചേച്ചി എന്തേ അങ്ങനെ പറയണേ? അച്ഛാ എനിക്കറിയില്ല അച്ഛാ, ജീവിക്കണമെന്നില്ല. ഞാൻ ചോദിച്ചു, കുറേ നാളായാലേ വിളി വന്നിട്ട്, എന്ത് പറ്റി? 5-6 മാസമായില്ലോ, എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടായോ? അപ്പം എന്നോട് ചോദിച്ചു, അച്ഛനൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിട്ടറിയാനാ? അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാം, അച്ഛൻ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിഞ്ഞില്ല.
അച്ഛാ എൻ്റെ രണ്ടാമത്തെ മോൻ മരിച്ചുപോയി. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. പെട്ടെന്ന് എന്നോട് പറയാം മരിച്ചുപോയി. അവൻ അഴുത്താരയിൽ ശുശ്രൂഷ ചെയ്ത് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനാ. അവൻ മരിച്ചുപോയി എന്ന് പറയാം. ഞാൻ പറഞ്ഞു എന്തെങ്കിലും അസുഖം കൊണ്ടാണോ? അല്ല അച്ഛാ, ആക്സിഡൻ്റ് ആയിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെ? ഞാൻ അറിഞ്ഞില്ല ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞത് എങ്ങനെയാ അച്ഛാ, കഴിഞ്ഞ ദിവസം 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ നേരത്ത് ഒരു ബസ്, സ്കൂൾ ബസ് ബാക്കിലേക്ക് എടുത്തതാ. അപ്പോൾ ഇവൻ വരുന്നത് വണ്ടി ഓടിക്കുന്ന ചേട്ടൻ കണ്ടില്ല. ഒരു പ്രായമായ ചേട്ടനായിരുന്നു. ഇവൻ സൈക്കിൾ ഓടിച്ച് കയറി വന്ന വഴിക്ക് ഈ ചേട്ടൻ വണ്ടി പിന്നിലേക്ക് എടുത്ത സമയത്ത് തന്നെ ഇവൻ കയറി വന്നു. ഈ മതിലിനോട് ചേർന്നവൻ വണ്ടി വരണുണ്ട്, മതിലിൻ്റെ ഇടയിലൂടെ കയറ്റിക്കൊണ്ടു പോകാൻ നോക്കിയതാ. പെട്ടെന്ന് വണ്ടി പിന്നിലേക്ക് തന്നെ ആഞ്ഞ് ആ മതിലിനോട് ചേർന്ന് ഇവൻ ഇടിച്ച് മതിലിനോട് ചതഞ്ഞറിഞ്ഞ് മരിച്ചു വെച്ചാ. ഞാൻ ഭയങ്കര ഷോക്കിൽ നിൽക്കുക. അപ്പോൾ ഈ ചേച്ചി പറയാ എനിക്കറിയില്ല അച്ഛൻ ഞാൻ എന്തിനാ ജീവിക്കണേന്ന്. 25 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഇതുവരെ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. വീട്ടിലെന്നും വഴക്കും ബഹളവും അച്ഛാ. എനിക്ക് ജീവിക്കണമെന്നില്ല. കാരണം മുൻപോട്ട് പോകാൻ എൻ്റെ മകനുണ്ടായിരുന്നപ്പോൾ, എൻ്റെ മോള് ജനിച്ചപ്പോൾ വീട്ടുകാർ മുഴുവൻ പ്രശ്നമുണ്ടാക്കി. ഒരു മകനില്ലാത്തതുകൊണ്ട്. ഒരു മകനെ കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. അവനെ പ്രതിയാച്ച ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവനും കൂടി പോയപ്പോൾ വീട്ടിലാകെ പ്രശ്നമാണ്. ഭർത്താവ് പറയുന്നത് എൻ്റെ നോട്ടക്കുറവ് കൊണ്ടാന്നാ, ഞാൻ നോക്കാത്തത് കൊണ്ടാന്നാ. അച്ഛൻ ഞാൻ എന്ത് ചെയ്യാനച്ഛാ? എനിക്ക് ജീവിക്കണമെന്നില്ല. പിന്നെ എൻ്റെ മോളെ പ്രതി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുക. ഈ ചേച്ചി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ എന്തിനാ അച്ഛാ എൻ്റെ മോനെ എൻ്റെ ദൈവം എടുത്തേ? രണ്ടാമത്തൊരു ചോദ്യമുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തിനാ അച്ഛാ എൻ്റെ ദൈവം ഇത്രയും കണ്ണിച്ചോരയിലാണ്ട് എന്നോട് പെരുമാറിയേ? മൂന്നാമത്തൊരു ചോദ്യമുണ്ട്, അച്ഛാ എനിക്കൊരു ഉത്തരം പറഞ്ഞാ. ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുക ഈ ചേച്ചിയുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞു, ചേച്ചി അവൻ മരിച്ചു പോയതിന് ഞാൻ എന്തുത്തരം ചേച്ചിയോട് പറയാനാ? എനിക്ക് ഉത്തരമൊന്നും പറയാനില്ല. അവസാനം ഈ ചേച്ചിയോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞിങ്ങനെയാ, ചേച്ചി ചില ഉത്തരങ്ങളില്ല, ചില സഹനങ്ങൾക്ക് ഉത്തരങ്ങളില്ല. എന്തുകൊണ്ടാണ് സഹിക്കണേന്ന് വെച്ചാൽ ഉത്തരവില്ല. അത് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ നീറി പുകഞ്ഞ് ചിലപ്പോൾ തീരും. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈശോനാഥൻ മരിച്ചത് അവൻ്റെ വേദനകൾ കൊണ്ടല്ല, അവൻ്റെ പാപങ്ങൾ കൊണ്ടല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ നീറി ഇതുപോലെ മരിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ നീറി പുകയുന്ന അവസ്ഥകളുണ്ടാകും, വേദനിക്കുന്ന അവസ്ഥകളുണ്ടാകും. ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി ചിലപ്പോൾ പുകഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടാവും, വേദനിക്കുന്നൊരവസ്ഥയുണ്ടാവും. അവിടെയൊക്കെ നിൻ്റെ കുരിശെടുക്കാൻ നിനക്ക് പറ്റുമോ? ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ചേച്ചി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കത് മാത്രമേ ചേച്ചിയോട് പറയാനറിയത്തുള്ളൂ. എനിക്കും നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. ചിലപ്പോൾ നീറിപ്പുകയുന്ന അവസ്ഥകളിലൂടെ ആയിരിക്കാം നീ കടന്നു പോവുക. ചില വേദനകൾ, ചില സഹനങ്ങൾ, ചില കുരിശുകൾ, ചില സങ്കടങ്ങൾ. എന്തിനാ ഇത് ഞാൻ സഹിക്കണേ? ഉത്തരവില്ല. പക്ഷേ അത് സഹിക്കുമ്പോൾ നിൻ്റെ ജീവിതം നന്മയുള്ളതായി, കർത്താവിൻ്റെ രക്ഷാകര ജീവിതമായി മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. എപ്പോഴും ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാവും. എന്നിട്ട് ഈ അവസാനം ഈ ചേച്ചി പറഞ്ഞ് അവസാനിപ്പിച്ചതെന്നറിയോ? അച്ഛാ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയാം. എൻ്റെ ഈ സങ്കടങ്ങളുടെ നടുവിൽ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉറങ്ങാറില്ല, എല്ലാ ദിവസവും കരഞ്ഞു തീർക്കാറാ പതിവ്. പക്ഷേ പള്ളിയിൽ പോയിരുന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഞാൻ കരയും. ആ കരച്ചിലാണ് എനിക്കൊരു ആശ്വാസം എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ ഇട്ടെറിഞ്ഞ് പോകാനല്ല, ദൈവത്തെ കൂട്ടുപിടിക്കല നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം. ഒന്നാമത്തെ കാര്യം, സഭാമാതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. നിൻ്റെ ജീവിതത്തിലെ കുരിശുകളെ, വേദനകളെ, തടസ്സങ്ങളെ, ബുദ്ധിമുട്ടുകളെ, ചിലരുടെ നഷ്ടങ്ങളെ, ചിലരുടെ മരണങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിനക്ക് പറ്റുമോ? വിഷമങ്ങളുണ്ടെങ്കിലും അത് ചങ്കോട് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ പിന്നാലെ നടക്കാൻ നിനക്ക് പറ്റുമോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ സുവിശേഷം ആവശ്യപ്പെടുക, നിന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക. നിന്നെക്കൊണ്ട് പറ്റാവുന്ന, ചിലപ്പോൾ പണം കൊണ്ട് പറ്റില്ലായിരിക്കാം, നിൻ്റെ സമയം കൊണ്ട് പറ്റും, നിൻ്റെ വാക്ക് കൊണ്ട് പറ്റും, നിൻ്റെ പ്രവൃത്തി കൊണ്ട് പറ്റും. നിനക്ക് പറ്റും മറ്റുള്ളവരെ സഹായിക്കാൻ. അതാ ഇന്നത്തെ സുവിശേഷം പറയുക. അതുകൊണ്ട് ആ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന്, ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടിയിരിക്കും എന്ന് പറയണേ. അത് കർത്താവിൻ്റെ ഉറപ്പാണ്, പ്രതിഫലം ഉണ്ടാകും. നീ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും സഹായിക്കുമ്പോൾ നിനക്കതിന് പ്രതിഫലം ലഭിച്ചിരിക്കും. അത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന വചനമാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിലെ കുരിശുകളുടെ നടുവിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? ദൈവത്തെ ഇട്ടെറിഞ്ഞു പോകുന്നവനാണോ? ദൈവത്തെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നവനാണോ?
രണ്ടാമത്തെ കാര്യം, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ടോ, അതോ ചെയ്യാവുന്ന നന്മകൾ ചെയ്യാതിരിക്കുന്നവനാണോ ഞാൻ? ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷയോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെ സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, കുട്ടികളായ ഞങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും അറിവും ഏകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ദൈവവചനത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മത അധ്യാപകരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യനാഥ, നല്ല കാലാവസ്ഥയിൽ സമൃദ്ധമായ വിളവുകൾ നൽകി ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടയ്ക്കുകയും ചെയ്യട്ടെ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളിൽ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. കാരുണ്യവാനായ കർത്താവേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ സ്വർഗീയ പിതാവേ. പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുകയാണ് ഈശോയെ. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തമ്പുരാനെ. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും തടസ്സങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഒത്തിരി കുരിശുകളുള്ളവരുണ്ട് കർത്താവേ. ആ കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവരെ അനുഗ്രഹിക്കണേ കർത്താവേ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പലവിധ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. 10ാം ക്ലാസ്സിൽ +2 പലവിധ കോഴ്സുകൾ ചെയ്യുന്നവർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, OET IELTS PSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, കർത്താവെ മക്കളെ അനുഗ്രഹിക്കണേ. പലവിധ ഇൻ്റർവ്യൂകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് കർത്താവെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, ബിസിനസ്സിൽ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവർ, ആരോരും കൂടെയില്ലാത്തവർ, ഈശോയെ എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സ്മരണ
വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മളെ സഹായിക്കും. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയിലും താപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല ശിഷ്യനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെയും മാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളങ്ങ് കാരുണ്യത്തിലേക്കത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന്
നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മേഘതലങ്ങളിലുയരം ഗീതം മഹിത മഹേശ്വരനോശാന. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. വാനവരും ഭൂമി മാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പൂ. വാനവരും ഭൂമി മാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പൂ. മഞ്ഞളി മലകളും ആഴികളും നിൻ മഹിമയിലെന്നും മുഴുകുന്നു. മേഘതലങ്ങളിലുയരും ഗീതം മഹിത മഹേശ്വരനോശാന. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവ്വസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ.
കർത്താവേ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോയിൽ നിന്നിൽ ദ്യോവിന്റെ വാതിൽ തുറന്നു, തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോയിൽ നിന്നിൽ ദ്യോവിന്റെ വാതിൽ തുറന്നു, തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടിയും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതെ നിന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ, അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ദൈവപുത്രന്റെ മരണം വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാകുന്നു ഭാവി മതത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം.
ക്രൈസ്തവന്റെ മണവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി തന്റെ ശരീരങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കര മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.